കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വചനം വായിച്ച് വചനം പഠിച്ച് വചനം ഗ്രഹിച്ചു നിൽക്കുന്ന കുറെ അമ്മമാര് നമ്മുടെ കൂടെ ഇന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അവരെ ഓരോരുത്തരെയും. ആദ്യമായി കടന്നു വരുന്നു ടീം കല്ലേക്കാട്. എൻ്റെ പേര് റെയ്സ് സെബാസ്റ്റ്യൻ. ഞാൻ ഫാത്തിമാത ചർച്ച് കല്ലേക്കാട് നിന്ന് വരുന്നു. എൻ്റെ പേര് സിജി ജോബ്, ഫാത്തിമാത ചർച്ച് കല്ലേക്കാട്. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ടീം തച്ചമ്പാറ. എൻ്റെ പേര് ജിജി ജോർജ്, ഇടവക സെന്റ് മേരീസ് ചർച്ച് തച്ചമ്പാറ. പേര് അംബ്ലി ജോ, സെന്റ് മേരീസ് തച്ചമ്പാറ. അങ്ങനെ അവസാനത്തെ ടീമിനെ വിളിക്കാൻ സമയമായിരിക്കുന്നു. വിളിക്കാം ടീം ഒറ്റപ്പാലം. എൻ്റെ പേര് ആശ സണ്ണി, സെന്റ് ജോസഫ്സ് ഫൊറൈൻ ചർച്ച് ഒറ്റപ്പാലം ഇടവാംഗമാണ്. എൻ്റെ പേര് ജിൻസി വർഗീസ്, സെന്റ് ജോസഫ്സ് ഫൊറൈൻ ചർച്ച് ഒറ്റപ്പാലം. നമ്മുടെ ടീം അംഗങ്ങളും ഹെൽപ്പ് ഡെസ്കും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. പുത്തൻ ചോദ്യങ്ങളും പുത്തൻ റൗണ്ടുകളുമായി ക്വിസ് മാസ്റ്ററും റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. പൂർവ്വപിതാവായ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയ ശേഷം എൻ്റെ ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കണ്ടു എന്ന് പറഞ്ഞ് ജോർദാനിലെ ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. പക്ഷെ പഴയ നിയമത്തിലാരും ദൈവത്തെ മുഖാഭിമുഖം ശരിക്കും കണ്ടിട്ടില്ല. ലോകം ആദ്യമായി ദൈവത്തിൻ്റെ മുഖം ദർശിച്ചത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഈശോ മിശിഹായാണ് വചനം മാംസമായി തീർന്ന ദൈവത്തിൻ്റെ മുഖം. ഈ ദിവസങ്ങളിലൊക്കെ വചനത്തിൻ്റെ ഉപാസകരായിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ മുഖമാണ്, പെനുവേലാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഇതൊരു മത്സരമാണ്. പക്ഷേ ഇതൊരു മത്സരം മാത്രമല്ല, ആത്യന്തികമായി ഇത് വചനത്തെ അടുത്തറിയാനും വചനത്തിൽ അനാവൃതമാകുന്ന ക്രിസ്തുവിൻ്റെ മുഖം കാണാനുമുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിലേക്കാണ് സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ മത്സരത്തിലാകെ നമുക്ക് 5 റൗണ്ടുകളാണുള്ളത്. ഒന്നാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. ടെൻഷനുണ്ടോ? ആദ്യമായിട്ടാണോ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ആണ്, അതെ, ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ആശങ്ക ശകലം കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം 3 ടീമുകളിൽ നിന്ന് 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മസംഘർഷം നിലനിൽക്കുന്നുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഓർക്കുക, ഇതൊരു വചനത്തിൻ്റെ ആഘോഷമാണ്. വചനം നമ്മൾ പഠിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സമയമാണ്. സന്തോഷത്തോടുകൂടെ, വചനം നൽകുന്ന ആനന്ദത്തോടുകൂടെ ഈ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യം ആരംഭിക്കുന്നത് ടീം കല്ലേക്കാട് നിന്നാണ്. ടീം കല്ലേക്കാടിന് ഉത്തരം ലഭിക്കാതിരുന്നാൽ അത് തച്ചമ്പാറയിലേക്കും ഒറ്റപ്പാലത്തേക്കും പാസ് ചെയ്യപ്പെടും. വ്യക്തമല്ലേ? റെഡിയല്ലേ? ചോദിക്കട്ടെ. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും
അവർക്ക് അധികാരം നൽകിയെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ആർക്കാണ് ഈശോ ഈ അധികാരം നൽകിയത്? അപ്പസ്തോലന്മാർക്ക്. ഉത്തരം ശരിയാണ്. ഈശോ ഈ അധികാരം നൽകിയത് അപ്പസ്തോലന്മാർക്കാണ്. ടീം കല്ലേക്കാട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം അത് ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. തച്ചമ്പാറക്കാർ ചോദ്യം സ്വീകരിക്കാം. ചോദ്യം ഇതാണ്: സോദം ഗൊമോറ ദേശങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് കർത്താവ് എന്ത് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്? പത്ത് സെക്കൻഡുകൾ. ടയറിനും സീതോനും. ഒരു ദിവസത്തിൽ ടയറിനും സീതോനും. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഒറ്റപ്പാലം. നിങ്ങളെ അപ്പസ്തോലന്മാരെ സ്വീകരിക്കാതിരിക്കുകയോ അവരുടെ വചനം ശ്രവിക്കാതിരിക്കുകയോ ചെയ്യുന്ന നഗരങ്ങളെക്കാൾ. ഉത്തരം ശരിയാണ്. ഈശോ അയക്കുന്ന അപ്പസ്തോലന്മാരെ സ്വീകരിക്കാതിരിക്കുകയോ അവരെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്യുന്ന പട്ടണങ്ങൾക്ക് സൊദോം ഗൊമോറയേക്കാൾ ദയനീയമായ അവസ്ഥയുണ്ടാകുമെന്നാണ് ഈശോ പറയുന്നത്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളെയും സ്വീകരിക്കാനും ശ്രവിക്കാനുമുള്ള കടമ നമുക്കുണ്ട്. അത് മാനുഷികമായൊരു കടമയല്ല, ദൈവിക കൽപ്പനയാണ്. ഈശോ ആവശ്യപ്പെടുന്നതാണ്. ഈശോ അവരോട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് ഞങ്ങൾക്കിനി നിങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് ഈശോ പറയുന്നത്. നമ്മളിത്തിരി ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതോടൊപ്പം തന്നെ ദൈവം തൻ്റെ ജനത്തെ അപ്പസ്തോലന്മാരിലൂടെ എന്തുമാത്രം സ്നേഹത്തോടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടീം ഒറ്റപ്പാലം, അഭിനന്ദനങ്ങൾ. പാസ് ചെയ്ത ഉത്തരം നിങ്ങൾ ശരിയാക്കി, പോയിന്റ് നേടി. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: ഈശോ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കൊറാസിനും ബെത്സൈദായും മാനസാന്തരപ്പെടാതിരുന്നു. അവർ മാനസാന്തരപ്പെടാതിരുന്നതിനാൽ അവരെ ശാസിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നെങ്കിൽ അവർ എത്രയോ പണ്ട് ചാരം പൂശി അനുദപിക്കുമായിരുന്നു എന്നാണ് ഈശോ പറയുന്നത്. ടയറിലും സീതോനിലും. ഉത്തരം ശരിയാണ്. അത് ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ അനുദപിച്ചേരെന്ന് ഈശോ പറയുന്നു. ഉത്തരം ശരിയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കല്ലേക്കാടിനുള്ളതാണ്. ചോദ്യം ഇതാണ്: തൊഴിലിനെ കുറിച്ചുള്ള ഒരു അസ്തിത്വവാദ തത്വചിന്തയുടെ പശ്ചാത്തലത്തിലാണ് പിതാവ്, പിതൃത്വം അതെന്താകുന്നു അഥവാ പിതാവ് ആരാകുന്നുവെന്നും പിതൃത്വം എങ്ങനെ നൽകപ്പെടുന്നുവെന്നുമൊക്കെ നിങ്ങൾ പഠിച്ച ലേഖനത്തിൽ നിങ്ങൾ വായിച്ചത് ഏത് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ്? ഹെഗേലിയൻ. ഉത്തരം ശരിയാണ്. ഹെഗേലിയൻ തത്വചിന്ത എന്നാണ് അതിൻ്റെ ഉത്തരം. ടീം കല്ലേക്കാട്, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. ആദ്യത്തെ ചോദ്യം പോയെന്ന് ഓർത്തൊരു പ്രശ്നമില്ല, ധാരാളം ചോദ്യങ്ങൾ കിടക്കുകയാണ്. ഈ ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയും. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് സഭ നൽകുന്ന വിശേഷണങ്ങളെല്ലാം സാധാരണയായി രൂപപ്പെട്ടിട്ടുള്ളത് 2 കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഏതൊക്കെയാണ് ആ ഉറവിടങ്ങൾ അഥവാ പശ്ചാത്തലങ്ങൾ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും സഭാ പാരമ്പര്യത്തിന്റെയും. ഉത്തരം ശരിയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള സകല പാരമ്പര്യങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും തിരുസഭയുടെ പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ഉള്ള ചോദ്യം ഇതാണ്: മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എങ്ങനെയുള്ള മാതാപിതാക്കളാണ് എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ലേഖനത്തിൽ നിങ്ങൾ വായിച്ചത്? അഥവാ എങ്ങനെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന മാതാപിതാക്കൾ? മക്കൾ ദൈവം വളർത്താൻ ഏൽപ്പിച്ചവരാണെന്ന് ബോധ്യമുള്ള മാതാപിതാക്കൾ. ശരിയാണ്. മക്കൾ മാതാപിതാക്കളുടെ ഉടമസ്ഥതയിലുള്ളവരല്ല, പകരം ദൈവം വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് എന്ന ബോധ്യമുള്ളവരാണ് മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഉത്തരം ശരിയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ടിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നേടിയിരിക്കുന്ന പോയിന്റുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാകും. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ഒറ്റപ്പാലം 80 പോയിന്റ്സ്,
തച്ചമ്പാറ 30 പോയിന്റ്സ്, കല്ലേക്കാട് 60 പോയിന്റ്സ്. നമ്മൾ പോവുകയാണ് ഈ എപ്പിസോഡിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ റൗണ്ടിൽ ആർക്കും നേരിട്ട് ചോദ്യങ്ങളില്ല. ചോദ്യങ്ങൾ പൊതുവായിരിക്കും. ഉത്തരം ആര് പറയണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ബസറമർത്തിക്കൊണ്ടാണ്. നിങ്ങൾ ബസറമർത്തുകയും ഉത്തരം പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ബസറമർത്തിയിട്ട് നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞാൽ അഥവാ പറയാതിരുന്നാൽ നിങ്ങളിൽ നിന്ന് 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. പക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അത് തേടേണ്ടത് ഇങ്ങനെയാണ്: കൈ ഉയർത്തി ഹെൽപ്പ് ഡെസ്ക് വേണം എന്ന് പറയുക. ആ സമയത്ത് വയർലെസ്സിൻ്റെ ഒരു എൻഡ് നിങ്ങളുടെ അടുത്തേക്കും മറ്റേ എൻഡ് ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തേക്കും പോകും. അവർ പറഞ്ഞു തരുന്ന ഉത്തരം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ ആലോചനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ ഉത്തരം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. നിങ്ങൾ അത് തെറ്റിച്ചാൽ 5 പോയിന്റ് നിങ്ങളുടെ അടുത്തുനിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും. ചോദ്യം: ഈശോ തൻ്റെ ഉത്ഥാനശേഷം പത്രോസിനും പിന്നീട് അപ്പസ്തോലന്മാർക്കും അനേകം സഹോദരങ്ങൾക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിൽ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. എങ്ങനെയുള്ള ആൾക്കെന്നതുപോലെ ടീം ഒറ്റപ്പാലമാണ്. ചോദ്യം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉത്തരം ഊഹിച്ച് പറയാൻ തയ്യാറായിരിക്കുന്നത് ടീം ഒറ്റപ്പാലം. ധൈര്യമുണ്ടോ പറയാൻ? എന്നാ പറ. അകാലജാതന്. ചോദ്യം ഇതാണ്: ഈശോ തൻ്റെ ഉത്ഥാനശേഷം പത്രോസിനും പിന്നീട് അപ്പസ്തോലന്മാർക്കും അനേകം സഹോദരങ്ങൾക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിൽ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. എങ്ങനെയുള്ള ആൾക്കെന്നതുപോലെ തനിക്ക് പ്രത്യക്ഷനായി എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം തിരുവചനത്തിൽ പറയുന്നത്. നിങ്ങളുടെ ഉത്തരം അകാലജാതന് എന്നതുപോലെയാണ്. ഉത്തരം ശരിയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പൗലോസ്ലീഹ തന്നെ അപ്പസ്തോലനെന്ന് വിളിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ലഭിച്ച മെത്രാൻ പദവിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അപ്പസ്തോലൻ പറയുകയാണ്, ഞാൻ ആ നാമത്തിന് തന്നെ അയോഗ്യനാണ്. എന്തുകൊണ്ട്? ടീം തച്ചമ്പാറ. സഭയെ പീഡിപ്പിച്ചത് മൂലം. ഉത്തരം ശരിയാണ്. തിരുസഭയെ ഒരു കാലത്ത് പീഡിപ്പിച്ചിരുന്നത് കൊണ്ട് അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ അയോഗ്യനാണെന്ന് എളിമയോടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ബസർ റൗണ്ട് ഉത്തരമറിയാവുന്നവരെ മാത്രമല്ല ധൈര്യശാലികളെയും കൂടെ കണ്ടെത്തുകയാണ്. ചോദ്യം ഇതാണ്: മനുഷ്യൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. നാം ഉത്ഥാനം ചെയ്യുന്നത് മഹത്വീകൃത ശരീരത്തിലാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഈ ഉത്ഥാനം മറ്റൊരു ശരീരത്തിലാണ് സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്. ടീം തച്ചമ്പാറ. ഉത്തരമറിയാം അല്ലേ? ഉറപ്പില്ല. സഹായം വേണം. അങ്ങനെയാണോ? പറയൂ. സഹായം. ക്വസ്റ്റ്യൻ ഇനി ആവർത്തിക്കില്ല. ഹെൽപ്പ് ഡെസ്ക് വേണം. കൊടുക്ക്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ. ഉത്തരം ശരിയാണ്. ടീം തച്ചമ്പാറ. വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, മനുഷ്യ ശരീരം അത് മരണശേഷം ഇല്ലാതാവുകയും അതിൽ നിന്ന് പുതിയൊരു ശരീരം ഉണ്ടാവുകയും ചെയ്യും. അത് ഏതാണ്ട് ഗോതമ്പ് മണി പോലെയാണ്. ഗോതമ്പ് മണി മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ ശരീരവും അതിൻ്റെ രൂപവും ഒരു മഞ്ഞ നിറമൊക്കെയുള്ള ഒരു ധാന്യമണി പോലെ ഇരിക്കുന്ന രൂപമാണ്. എന്നാൽ നാളുകൾക്കപ്പുറത്ത് ദൈവം അതിന് പുതിയൊരു ശരീരം നൽകുന്നു. അതിന് പച്ച നിറമുള്ള ചെടിയുടേതുപോലുള്ള ശരീരം. നമ്മൾ പിന്നെ നോക്കിയിട്ട് ഈ ഗോതമ്പ് മണി എവിടെയെന്ന് നോക്കിയാൽ ഗോതമ്പ് കാണില്ല. പകരം ഗോതമ്പ് എവിടെയുണ്ട്? അത് ആ ചെടിയിലുണ്ട്. ഗോതമ്പ് മണി ഗോതമ്പ് ചെടിയായി രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ മനുഷ്യ ശരീരങ്ങൾ ഉദ്ധിത ശരീരങ്ങളായി മഹത്വീകൃത ശരീരങ്ങളായി രൂപാന്തരം പ്രാപിക്കുമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ചോദിച്ച ചോദ്യമായി അല്പം ബന്ധമുള്ള ചോദ്യമാണ് അടുത്തത്. ചോദ്യം ഇതാണ്: ഉദ്ധിത ശരീരത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് അത് മഹത്വീകൃത ശരീരമാണ് എന്നാണ്. ആ ശരീരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അഥവാ അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന ഒരു പരാമർശമുണ്ട്, ഒരു പദമാണത്. അതിൻ്റെ സ്വഭാവം, ഉദ്ധിത ശരീരത്തിൻ്റെ സ്വഭാവം എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വാക്ക്, ഒരു പരാമർശം വിശുദ്ധ പൗലോസ് നൽകുന്നുണ്ട്. എന്താണ് അത്?
സമയം അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം പറയാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സമർത്താനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മുതൽ ഞാൻ ചോദ്യം ഒരിക്കൽ കൂടെ വായിച്ചു തുടങ്ങും. ആ സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സമർത്താം. ചോദ്യം: ഉദ്ധിത ശരീരത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് അത് മഹത്വീകൃത ശരീരമാണ് എന്നാണ്. ആ ശരീരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അഥവാ അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച്, അതെങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന പരാമർശം എന്താണ്? സെക്കൻഡുകൾ. ധൈര്യമായി ചലഞ്ച് എടുക്കുക. 2 സെക്കൻഡ്. ടൈം ഓവർ. ടീം തച്ചമ്പാറയാണ് അവസാന സെക്കൻഡിൽ ബസർ ചെയ്തിരിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നത്. ഹെൽപ്പ് ഡെസ്ക്. ജീവദാതാവായ ആത്മാവായി തീർന്നു. ഉത്തരം തെറ്റാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? ഉദ്ധാനം ചെയ്യപ്പെടുന്ന ശരീരങ്ങളുടെ സ്വഭാവം അത് തേജസ്സാണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? സൂര്യൻ്റേതൊന്ന്, നക്ഷത്രങ്ങളുടേത് മറ്റൊന്ന്. അതുപോലെ സ്വർഗനിവാസികളുടെ തേജസ്സിനും വ്യത്യാസമുണ്ടാകും. വലിയ വിശുദ്ധരുടെ ശരീരത്തിൻ്റെ, ഉദ്ധിത ശരീരത്തിൻ്റെ തേജസ് ആയിരിക്കുകയില്ല ചെറിയ വിശുദ്ധരുടേത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദ്ധിത ശരീരത്തിൻ്റെ തേജസ് ആയിരിക്കുകയില്ല നമ്മുടെ ഉദ്ധിത ശരീരത്തിൻ്റേത് എന്നൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഭാഗമാണത്. തേജസ്സാണ്. ആ ശരീരം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ തേജസ്സായിട്ടിരിക്കും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന, നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ഒരു പദം. നിർഭാഗ്യവശാൽ ചാൻസ് എടുത്തെങ്കിലും തച്ചമ്പാറയുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾ 5 പോയിന്റ് എനിക്ക് തിരിച്ചു തരേണ്ടി വരും. അടുത്ത ചോദ്യം: നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്നും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരുമെന്നുമാണ് വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. എന്തു പറഞ്ഞു? ടീം തച്ചമ്പാറ. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. ഉത്തരം ശരിയാണ്. നമ്മിൽ പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആർക്കുള്ളതാണ് ഈ 30 പോയിന്റ് എന്ന് നമുക്ക് കാണാം. ചോദ്യം ഇതാണ്: നാം എന്തു ചെയ്താലാണ് നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായ യേശു ക്രിസ്തുവിനെ നാം അറിയുന്നുവെന്ന് തീർച്ചയാക്കാൻ പറ്റുന്നത്? ടീം ഒറ്റപ്പാലം. ഉത്തരം: അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ. നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നാണ് അതിന്റെ ഉത്തരം. ശരി ഉത്തരമാണത്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും വാശിയേറിയ മത്സരത്തിന്റെ ഉദ്യോഗ മുനകളിൽ നിൽക്കുമ്പോൾ എവിടെ നിൽക്കുന്നു സ്കോർ ബോർഡ്? വാശിയേറിയ ബസർ റൗണ്ടിനൊടുവിൽ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം ഒറ്റപ്പാലം നേടിയിരിക്കുന്നത് 140 പോയിന്റ്സ്. ടീം തച്ചമ്പാറ നേടിയിരിക്കുന്നത് 105 പോയിന്റ്സ്. ടീം കല്ലേക്കാട് നേടിയിരിക്കുന്നത് 60 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡിലെ 3ാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ദൃശ്യ സ്വഭാവമുള്ള റൗണ്ടാണ്. ചോദ്യം ഞാൻ പറയുകയല്ല, നിങ്ങൾ കാണുകയാണ് ചെയ്യുക. സ്ക്രീനിൽ ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ചിത്രത്തെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആകെ നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, 3 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും 30 പോയിന്റ് വീതം ലഭിക്കും. നിങ്ങൾക്ക് ഉത്തരമറിയില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായവും തേടാവുന്നതാണ്. 1ാമത്തെ ചോദ്യം ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. റെഡി? വിഷ്വൽ. കണ്ണുകൾ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം. കനിവിൻ്റെ മാലാഖ എന്ന പുസ്തകം വായിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ജാതിമത ഭേദമന്യേ 5000-ഓളം പേരുടെ നേത്രദാന സമ്മതപത്രങ്ങൾ ഇദ്ദേഹം ശേഖരിച്ചു വച്ചിരിക്കുന്നു. സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുകളും ദാനം ചെയ്യപ്പെട്ടവയിൽപ്പെടുന്നു. ആരാണ് കാഴ്ചയുടെ കാവലാളായി പ്രവർത്തിക്കുന്ന ഈ വ്യക്തി? ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് വേണം. സഹായം കിട്ടിയോ? ഇല്ല. സഹായം കിട്ടിയില്ല.
സഹായം, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും എന്ന് ഞാൻ അന്വേഷിച്ചു, എവിടെ നിന്നും വന്നില്ല. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഒറ്റപ്പാലം അറിയില്ല. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കല്ലേക്കാട് ബെന്നി. ഉത്തരം ശരിയാണ്. പൂർണ്ണമായി അറിയാമോ? ഉത്തരം ഇതാണ്, PJ ബെന്നി. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കല്ലേക്കാട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം ഒറ്റപ്പാലത്തിനുള്ളതാണ്. വിഷ്വൽ ശ്രദ്ധിക്കാം. 1961 ഇറ്റലിയിലെ സിറിയോണിൽ വിശ്വാസ തീക്ഷ്ണതയുള്ള കുടുംബത്തിൽ ജനിച്ചു. നല്ല ഒരു പെയിൻറ്ററും പിയാനോ വായനക്കാരിയും കായികതാരവുമായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഇവളുടെ ആഗ്രഹം ഡോക്ടറായതിനു ശേഷം ആഫ്രിക്കയിൽ മിഷണറിയായി പോകണം എന്നതായിരുന്നു. എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാനാവാതെ 1984 മെയ് 2 ഒരു അപകടത്തിൽ ഇവൾ മരിച്ചു. ഇന്ന് ഒത്തിരി നാമമാത്ര ക്രിസ്ത്യാനികളുണ്ട്, എന്നാൽ ലോകത്തിനാവശ്യം വിശുദ്ധരെയാണ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ 2021 ഒക്ടോബർ 24 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ആരാണ് ഇവൾ? സാന്ദ്ര സബാറ്റിനി. ഉത്തരം ശരിയാണ്. വാഴ്ത്തപ്പെട്ട സാന്ദ്ര സബത്തീനിയാണ് ഈ വ്യക്തി. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കല്ലേക്കാടിനുള്ളതാണ്. വിഷ്വൽ ശ്രദ്ധിക്കും. ചിത്രത്തിൽ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മാമോദീസ നൽകിയ സലേഷ്യൻ മിഷണറി വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ തലക്കെട്ട് തന്നെ ഞാനാണ് മാർപ്പാപ്പയെ ക്രിസ്ത്യാനിയാക്കിയത് എന്നാണ്. ആരാണ് ഈ വൈദികൻ? ഡോൺ എൻറിക്കോ പൊസോളി. ഉത്തരം ശരിയാണ്. ഫാദർ ഡോൺ എൻറിക്കോ പൊസോളിയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. അഭിനന്ദനങ്ങൾ ടീം കല്ലേക്കാട്, 30 പോയിന്റുകൾ. വിഷ്വൽ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ആദ്യത്തെ ചോദ്യം ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമായിരിക്കും. ആ ചിത്രം എന്താണ് നിങ്ങൾ കാണുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്കതെന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റ്. ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാന ടീമിൻ്റെ സഹായം തേടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിന്റ് മാത്രമായിരിക്കും. ഗെറ്റ് റെഡി? തയ്യാറാണ്? ടീം തച്ചമ്പാറ, സീ ദ വിഷ്വൽ. എന്തിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്? ഓരോ സ്ലീഹന്മാരുടെയും പ്രതീകങ്ങളെ സൂചിപ്പിക്കുന്നു. ഓരോ സ്ലീഹന്മാരുടെയും പ്രതീകങ്ങളെ സൂചിപ്പിക്കുന്നു. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുക. ടീം ഒറ്റപ്പാലം, ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് പാസ് ചെയ്ത് കിട്ടിയ ചോദ്യമായതുകൊണ്ട് ഹെൽപ്പ് സ്വീകരിക്കാനാവില്ല. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കല്ലേക്കാട്, സെക്കൻഡുകൾ. ഉത്തരം അറിയില്ല. ഇതിന്റെ ഉത്തരം പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് മെയിൻ ടീമിലുള്ള ആർക്കെങ്കിലും അറിയാവോ? കേൾക്കട്ടെ. 4 സുവിശേഷകന്മാരുടെ ചിഹ്നങ്ങളാണോ? ഉത്തരം ശരിയാണ്. 4 സുവിശേഷകന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് ആ 4 ചിത്രങ്ങളിലും. നിർഭാഗ്യവശാൽ ആരും ഇതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. നമുക്ക് വളരെ സുപരിചിതമായ 4 സുവിശേഷങ്ങളെ തന്നെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, പക്ഷേ പോയിന്റ് ഒന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം ടീം ഒറ്റപ്പാലത്തിനുള്ളതാണ്. വിഷ്വൽ ശ്രദ്ധിക്കാം. ഇതേതാണ് ഈ സ്ഥലം? ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തുണ്ട്. ഹെൽപ്പ് വേണം. പറഞ്ഞോ. IS തീവ്രവാദികൾ നശിപ്പിച്ച കാബൂളിലെ ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കല്ലേക്കാട്, സേക്രഡ് ഹാർട്ട് ദേവാലയം. സേക്രഡ് ഹാർട്ട് ദേവാലയം. ഉത്തരം തെറ്റാണ്. ടീം തച്ചമ്പാറ, ഉത്തരം തെറ്റാണ്. അത് കഫർനാമാണ്. ഈശോയുടെ പട്ടണമാണത്. കഫർനാം എന്നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. ഈശോയുടെ പട്ടണമെന്നറിയപ്പെടുന്ന കഫർനാവുമാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ആർക്കും പോയിന്റ് ലഭിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടീം കല്ലേക്കാട്, നിങ്ങൾക്കുള്ളതാണ് ഈ ചോദ്യം. ആരെയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്?
ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണം. പറയുന്ന ഉത്തരം പൗലോസ്ലീഹ. പൗലോസ്ലീഹയാണ്. ആണോ? അല്ല, ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥകാരൻ വിശുദ്ധ മത്തായിയാണ് അത്. അതെങ്ങനെ മനസ്സിലായി? വിശുദ്ധ മത്തായിയുടെ ചിത്രത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ എംബ്ലത്തെ തന്നെ സൂചിപ്പിക്കുന്ന മനുഷ്യൻ തിരിയുമായി നിൽക്കുന്നുണ്ട്. വിഷ്വൽ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് നോക്കാം. ടീം ഒറ്റപ്പാലം 170 പോയിന്റ്സ്, ടീം തച്ചമ്പാറ 105 പോയിന്റ്സ്, ടീം കല്ലേക്കാട് 110 പോയിന്റ്സ്. ഈ മത്സരത്തിൻ്റെ ഏറ്റവും അനായാസകരമായ ഒരു റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരം അതേ എന്നുള്ളത് അതേ എന്നോ അല്ല എന്നുള്ളത് അല്ല എന്നോ മാത്രം മതി. ഒന്നുകിൽ നിങ്ങൾക്ക് ശരിയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാം. അത് അങ്ങനെ തന്നെയാണെന്ന് പറയാം, അങ്ങനെ അല്ല എന്ന് പറയാം. ഇത് മാത്രമേ നിങ്ങൾ പറയേണ്ടതുള്ളൂ. ഉത്തരം ആലോചിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ഈ റൗണ്ടിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ടീമുകൾക്ക് നേരിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം ഹെൽപ്പ് ഡെസ്കുകൾക്ക് നേരിട്ടുള്ളതാണ്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ചോദ്യം പാസ് ചെയ്യപ്പെടുകയില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ഉത്തരം തെറ്റാണെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം, ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അവരുടെ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. നിങ്ങളുടെ ഉത്തരം ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തിന് ശേഷവും തെറ്റാണെങ്കിൽ 15 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. പോയിന്റ് തരാമെന്ന് പറയുമ്പോൾ കാണുന്ന സന്തോഷം 5 പോയിന്റും 10 പോയിന്റും തിരിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ കാണുന്നില്ലല്ലോ. തരുന്നതിനേക്കാളും ചെറുതല്ലേ തിരിച്ചെടുക്കുന്നുള്ളൂ. ടീം ഒറ്റപ്പാലത്തിനുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ക്രമം അനുസരിച്ച് നിങ്ങൾക്കാണ് ഇത് ലഭിക്കേണ്ടത്. ചോദ്യം ശ്രദ്ധിക്കുക. മറ്റ് സഹോദരന്മാരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ തിമോത്തിയോസിനെ വളരെ നിർബന്ധിച്ചതാണ്. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്തു വരാൻ അവനൊട്ടും മനസ്സിലായിരുന്നു. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റാണോ? എന്താ? അപ്പോളോസിനെയാണ്. ഉത്തരം ശരിയാണ്. അപ്പോളോസിനെയാണ് നിർബന്ധിച്ചത്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ശ്രദ്ധാപൂർവം വചനം വായിച്ചിട്ടുണ്ട്. ടീം കല്ലേക്കാട്, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ദൈവം സത്യവാനാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ശരിയാണ് എന്ന നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. അതിങ്ങനെയാണ്: ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല എന്നാണ്. ദൈവം സത്യവാനാണ്, ദൈവത്തിൽ അന്ധകാരമില്ല എന്നല്ല. ദൈവം പ്രകാശമാണ്, അതുകൊണ്ട് ദൈവത്തിൽ അന്ധകാരമില്ല എന്നാണ് ശരി ഉത്തരം. ഒരു ചെറിയ അശ്രദ്ധയാണ് നിങ്ങൾ സംഭവിച്ചത്. ടീം കല്ലേക്കാട്, നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 10 പോയിന്റുകൾ. എനിക്കത് തിരിച്ചു തരണം. അടുത്ത ചോദ്യം, അത് ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ് എന്നതാണ് നിങ്ങളുടെ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ 4-മത്തെയും 5-മത്തെയും 6-മത്തെയും ചോദ്യങ്ങൾ ഹെൽപ്പ് ഡെസ്കുകൾക്കുള്ളതാണ്. ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾ റെഡിയാണോ? ടീം തച്ചമ്പാറ റെഡിയാണോ? റെഡിയാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? ഓരോരും അപ്പന വീട്ടിലിരുന്ന് പഠിച്ചു? വീട്ടിലിരുന്നും പഠിച്ചു, കോൺവെന്റിൽ പോയിട്ടും പഠിച്ചു. കോൺവെന്റിലും പോയിരുന്നു പഠിച്ചു. സിസ്റ്റർമാർ നിങ്ങൾക്ക് അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. അതെ. ഇടയ്ക്കിടയ്ക്ക് കാപ്പിയും ഉച്ചയ്ക്ക് ചോറും ഒക്കെ ഒരുക്കി തന്ന് നിങ്ങളെ പഠിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ശ്രമിക്കും എന്നേ ഉള്ളൂ. പറയും എന്ന് തീർച്ചയൊന്നുമില്ല. പറയും, തീർച്ചയായിട്ടും പറയും അല്ലേ? ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച പ്രബോധനം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറഞ്ഞത്? ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ മറ്റാരും ഉത്തരം ശരിയാണ്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത് നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റാരും വന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധ യോഹന്നാൻ പ്രഖ്യാപിക്കുന്നത്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ടീമിനെ സഹായിച്ചിരിക്കുകയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾ സഹായിക്കും ഇതുപോലെ.
സഹായിക്കുമോ? പോരാൻ നേരത്തെ വികാരിച്ചൻ നിങ്ങളെ ആശീർവദിച്ചാണ് വിട്ടിട്ടുണ്ടാവുക. എന്താ പറഞ്ഞേ? സന്തോഷത്തോടെ പോയി വരാൻ പറഞ്ഞു. പോയി വരാം. സമ്മാനം മേടിക്കാരും പറഞ്ഞേയില്ല. അച്ഛൻ അറിയാൻ നിങ്ങൾ മേടിക്കുന്നു. എന്നാൽ ശരി, ടീം ഒറ്റപ്പാലം, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. ശരിയോ തെറ്റോ? ആലോചിച്ചു. ശരി. ശരിയാണ്, കൃത്യമാണ്. അങ്ങനെ ഉത്തരം ശരിയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അച്ഛൻ്റെ ആശീർവാദം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ടീം കല്ലേക്കാട്, നിങ്ങളെങ്ങനെയാണ് പഠിച്ചത്? ഒരുമിച്ചിരുന്ന് പഠിച്ചോ? ഒരുമിച്ചിരുന്നല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു? ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു. നിങ്ങളുടെ മാതൃസംഘമൊക്കെ എങ്ങനെ ആക്റ്റീവാണോ കല്ലേക്കാട്? ആക്റ്റീവാണ്. ആണ്. ബഹുമാനപ്പെട്ട പുത്തൂക്കരച്ചൻ നിങ്ങൾക്ക് ശക്തമായ നേതൃത്വം തരുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. ഈ വർഷം നിങ്ങൾ എന്താണ് മാതൃസംഘത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അനാഥാലയങ്ങളോ അങ്ങനെ ഞങ്ങൾ അമ്മമാര് പോയി കാണാറുണ്ട്. വികാരി അച്ഛനും കൂടെ വരാറുണ്ട്. അവരെ പോയി സഹായിക്കാറുണ്ട്. അങ്ങനെ സഹായിക്കാറൊക്കെ ഉണ്ട്. നിങ്ങൾ മാതൃസംഘത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. വെരി ഗുഡ്. കല്ലേക്കാട്, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഫരിസേയരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. ശരിയോ തെറ്റോ? ആലോചിച്ച് പറയാം. തെറ്റാണ്. തെറ്റാണ്. അതെന്താ അങ്ങനെ തെറ്റാന്ന് പറഞ്ഞ്? അഭിസംബോധന ചെയ്യുന്ന ഫരിസേയരെ എന്നല്ല. ഉത്തരം ശരിയാണ്. അഭിസംബോധന ചെയ്യുന്നത് ഫരിസേയരെയല്ല, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. ടീം കല്ലേക്കാട്, നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് പരിശോധിക്കാം. ടീം ഒറ്റപ്പാലം നേടിയിരിക്കുന്നത് 230 പോയിന്റ്സ്. ടീം തച്ചമ്പാറ നേടിയിരിക്കുന്നത് 165 പോയിന്റ്സ്. ടീം കല്ലേക്കാട് നേടിയിരിക്കുന്നത് 130 പോയിന്റ്. ഈ മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് തന്ന ചോദ്യങ്ങളെല്ലാം സൗജന്യമായിരുന്നു. പക്ഷേ ഇനി മുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ അവസരം ടീം കല്ലേക്കാടിൻ്റെതാണ്. ടീം കല്ലേക്കാട്, ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ധാരാളം പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? അതിൽ നിന്നൊരു 30 പോയിന്റ് തന്നാൽ ഞാൻ 60 പോയിന്റിൻ്റെ ചോദ്യം നിങ്ങൾക്ക് തരാം. എടുക്കാം അല്ലേ? തരും. 30 പോയിന്റൊക്കെ പോകുമ്പം ഒരു സങ്കടമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പോയിന്റല്ലേ. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. സഭകൾ പിരിവെടുക്കുകയും പരസ്പരം സഭകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ആദിമ സഭ മുതലുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക നീക്കിവെക്കണമെന്ന് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് അത് നീക്കിവെക്കണമെന്നാണ്? ആഴ്ചയിലെ ആദ്യത്തെ ദിവസം. ഉത്തരം ശരിയാണ്. ആഴ്ചയിലെ ആദ്യ ദിവസം. അതെന്നാണെന്നറിയാവോ? ആ ദിവസം ഞായറാഴ്ചയാണ്. ആഴ്ചയിലെ ആദ്യത്തെ ദിവസം, ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ, വിശുദ്ധ ബലിയർപ്പണത്തിന് ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സാധിക്കുന്ന തുകകൾ സൂക്ഷിച്ചു വെക്കുകയും മാറ്റിവെക്കുകയും ചെയ്ത് നിങ്ങളുടെ സഹോദര സഭകളെ സഹായിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ടീം കല്ലേക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾ തന്നതിൻ്റെ ഇരട്ടി 60 പോയിന്റുകൾ. ഞായറാഴ്ചകളിലൊക്കെ സ്തോത്രക്കാഴ്ച എടുക്കുന്ന പതിവ് ഈ അടുത്ത ഇടയ്ക്ക് തുടങ്ങിയതല്ല, ആദിമസഭ മുതൽ ഉണ്ടായിരുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം 80 പോയിന്റ് കിട്ടാൻ പോകുന്ന ചോദ്യമാണ്. മേടിക്കണോ? 40 പോയിന്റ് കൊടുത്താൽ മതി. വേണം എന്നാ 60 പോയിന്റ് കിട്ടിയതിൻ്റെ ധൈര്യത്തിലാണ് 40 വേണേൽ കൊടുത്തേക്കാന്ന് പറയുന്നത്. 40 പോയിന്റ് എൻ്റെ കയ്യിലായി. ചോദ്യം ഇതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞാൻ എഴുതുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 2:14 നിങ്ങൾ വായിച്ചു. എന്തെഴുതുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞാൻ എഴുതുന്നു. എന്താണ് എഴുതുന്നത്? പിതാവിനെ നിങ്ങൾ അറിയുന്നു. ഉത്തരം ശരിയാണ്. കുഞ്ഞുങ്ങളെ, പിതാവിനെ നിങ്ങൾ അറിയുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. ടീം കല്ലേക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾ തന്നതിൻ്റെ ഇരട്ടി 80 പോയിന്റുകൾ. ഈ ട്രേഡ് നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണല്ലോ. ഈ പോക്കാണെങ്കിൽ അടുത്തത് 100 കിട്ടാൻ സാധ്യതയുണ്ട്. 50 കളയണോ?
പോയ 50 പോയിന്റാണ് പോവുക. കഷ്ടപ്പെട്ടാണ് ഇത്രയും പോയിന്റ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ കിട്ടിയ 100 കിട്ടും. നിർണായകമാണത്. എടുക്കുന്നോ? എടുക്കാം. എന്നതാ ബാങ്കിൻ്റെ കറൻസി പോലും ഇത്ര ശ്രദ്ധയോടെ എണ്ണിയിട്ടുണ്ടാവില്ല. ചോദ്യം ഇതാണ്. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യമുണ്ടായിരിക്കുവാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി എന്തു ചെയ്യുവനെന്നാണ് വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നത്? സമചിത്തതയുള്ളവരായിരിക്കും. ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. നിങ്ങൾ ആത്മധൈര്യമുള്ളവരായിരിക്കാൻ വേണ്ടി അവനിൽ വസിക്കുവിൻ എന്നാണ് വചനം. ടീം കല്ലേക്കാട്, നിങ്ങൾ തന്ന 50 പോയിന്റ് ഞാൻ സ്വന്തമാക്കിയിരിക്കുക. നിങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല, സാരമില്ല. എന്നാലും നിങ്ങൾക്ക് ധാരാളം പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ടീം കല്ലേക്കാട്, അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം തച്ചമ്പാറയുടേതാണ്. ടീം തച്ചമ്പാറ, എന്ത് റിസ്ക്കും എടുത്ത് സമ്മാനം മേടിക്കണമെന്ന് വിചാരിച്ചും പറഞ്ഞിട്ടുണ്ടോ? തിരുവചനം പഠിച്ച് പോയിക്കോളൂ, പ്രൈസ് കിട്ടിയില്ലേലും നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നതെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. ശരി, നിങ്ങൾ റിസ്ക് എടുക്കുന്നോ? ആദ്യത്തെ ചോദ്യം 30 പോയിന്റ് എടുക്കുന്നു. തന്നു. ഈ 30 പോയിന്റ് നിങ്ങൾക്ക് തിരിച്ചു മേടിക്കുമോ? നോക്കാം. ചോദ്യം ഇതാണ്. എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം. ഉത്തരം ശരിയാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ, അതായത് സ്വർഗരാജ്യം ലക്ഷ്യമാക്കുന്നില്ലെങ്കിൽ, നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. തന്നതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ചിന്തച്ചമ്പാറ, അടുത്ത ചോദ്യം 40 പോയിന്റിൻ്റെതാണ്. റിസ്ക് എടുക്കുന്നോ? എടുക്കാൻ പോവാണ്. തന്നോളൂ. ചോദ്യം. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആരെക്കുറിച്ചൊക്കെയാണ് ഈ ആദ്യമുള്ളത് പിന്നീടുള്ളത് എന്നൊക്കെ വിശുദ്ധ പൗലോസ് പറയുന്നത്? ആദ്യ മനുഷ്യൻ ആദം, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ള ക്രിസ്തുവിനെ കുറിച്ച്. ഉത്തരം ശരിയാണ്. ആദ്യമുള്ളവൻ എന്ന് പറയുന്നത് അത് ആദത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ മനുഷ്യൻ അത് ക്രിസ്തുവാണ്. രണ്ടാം ആദം എന്നാണ് ഈശോ വിളിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി 80 പോയിന്റുകൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് വിലയുള്ളതാണ്. എങ്ങനെയാ? 100 പോയിന്റിന് വേണ്ടി ശ്രമിക്കുവാണോ? ശ്രമിക്കാൻ പോവാണ്. 50 പോയിന്റ് തരുവാണ്. വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. തന്നു. ചോദ്യം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാനം വിശുദ്ധ പൗലോസ് പ്രേക്ഷിത യാത്രയുടെ പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എവിടെ പോയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും സന്ദർശിക്കുമെന്നാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാരോട് പറയുന്നത്? മക്കെദോനിയയിൽ. ഉത്തരം ശരിയാണ്. അത് മക്കെദോനിയയാണ്. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം ഒറ്റപ്പാലത്തിൻ്റെതാണ്. ആദ്യത്തെ ചോദ്യം വെറും 30 പോയിന്റ് മാത്രം വിലയുള്ളതാണ്. എടുക്കണം? വേണം. എങ്കിൽ തരുമോ 30 പോയിന്റ്? 30 പോയിന്റ് പോയതിൻ്റെ വിഷമമുണ്ടോ? അതോ 60 പോയിന്റ് കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്? സന്തോഷം വേണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷം വേണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷം നിങ്ങൾക്ക് കിട്ടട്ടെ. ചോദ്യം ഇതാണ്. വിശ്വാസത്തെ പ്രതി ലോകമെമ്പാടും പീഡനമേൽക്കുന്ന ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊന്തിഫിക്കൽ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ഏത് ദിനാചരണമാണ് നടത്തിയത് നവംബർ 24-ന്? റെഡ് വെനസ്ഡേ. ഉത്തരം ശരിയാണ്. അത് റെഡ് വെനസ്ഡേ ആണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുന്നു 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 40 പോയിന്റ് വിലയുള്ളതാണ്. മേടിക്കുവാണോ? അതെ. നതാ
ചോദ്യം ഇതാണ്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന 1945 നവംബർ 16 സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വളരെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന അതേതാ? യുനെസ്കോ. ഉത്തരം ശരിയാണ്, അത് യുനെസ്കോ തന്നെയാണ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. വെറും 40 പോയിന്റ് കൊടുത്തിട്ട് 80 പോയിന്റ് മേടിച്ചിട്ട് ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം 100 പോയിന്റ് കിട്ടാവുന്ന ചോദ്യമാണ്. റിസ്ക് എടുക്കണോ? എടുക്കും. 50 പോയിന്റ്. 50 പോയിന്റ് പോയി. ഈശോയെ. ചോദ്യം ഇതാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അവസാനം ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് 2 പേരുടെ പേരെടുത്തു പറഞ്ഞ് അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. ഈ 2 പേര് ആദിമസഭയിലെ ഡീക്കന്മാരായിരുന്നിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ആരൊക്കെയാണ് ഈ 2 പേര്? ഇരുപത് 15 സെക്കൻഡ്. 2 പേര്. ഉത്തരം ഭാഗികമായി ശരിയാണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് അക്വിലായും പ്രിസ്കായുമാണ്. പുറത്തുള്ള പേരുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ എത്ര കൃത്യമായിട്ട് പറഞ്ഞൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഏതാണ്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അക്വിലായെയും പ്രിസ്കായെയും മറക്കരുത്. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വിജയികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 180 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം കല്ലേക്കാട്, 285 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം തച്ചമ്പാറ, 380 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം ഒറ്റപ്പാലം. നമുക്കറിയാവുന്നതുപോലെ ഈ മത്സരത്തിൽ നിന്ന് 2 പേരാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ടീം ഒറ്റപ്പാലവും ടീം തച്ചമ്പാറയും അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ടീം കല്ലേക്കാട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് മത്സരിച്ചു. ഒരു മത്സരമാകുമ്പോൾ വിജയം എല്ലാ ടീമിനും ഉണ്ടാവില്ലല്ലോ. വീണ്ടും നമുക്ക് കാണാം അടുത്ത മത്സരങ്ങളിൽ വിജയകിരീടം നേടുന്നവരായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള പെനുവേൽ ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ കർത്താവിന്റെ സംരക്ഷണയിലായിരിക്കുക, പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.